അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫു ആരിദ അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ എന്ന് വിശദീകരിച്ചു. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. എവിടെ നമ്മൾ പറഞ്ഞെത്തിയ ആശയം, അതായത് കഥ എവിടെ എത്തി? കഥ ഇവരിരുവരും വാതിലിനടുക്കലേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴത്തേക്ക് സയ്യിദിനെ കണ്ടു, സയ്യിദഹ അവളുടെ സൗജിനെ കണ്ടു. അപ്പോൾ അവൾ ഉടനെ കുറ്റം യൂസുഫിലേക്ക് ചാർത്തി. ഏതായാലും ഒരു സാക്ഷിയുടെ വിധിയുണ്ടായി. ഷാഹിദും മിൻ അഹ്ലിഹ ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ, ആ വിധിയാണ് നമ്മൾ ഫലമ്മ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ ഖാല ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുന്ന അദീം. പിന്നെ യൂസുഫ് ആരിദ അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ എന്ന് ഈ അസീസ് മിസ്ർ പറഞ്ഞ ആ വിഷയം, അദ്ദേഹം പെട്ടെന്ന് ഈ വിഷയത്തെ ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. യൂസുഫ് ആരിദ അൻ ഹാദാ, ഇതൊരു വലിയ വിഷയമാക്കണ്ട, യൂസുഫ് ഈ പ്രശ്നം വിട്ടേക്കൂ. പിന്നെ അവളോട് പറഞ്ഞു ഇസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. അയാളുടെ ഖീറത്തുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആരുടെ വിഷയം പറഞ്ഞു. ഇനി വഖാല നിസ്വത്തുൻ ഫിൽ മദീന. നിസ്വത്തുൻ നിസ്വത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ബഹുവചനല്ലേ, അപ്പോൾ അതിൻ്റെ ഏകവചനം എന്താ? നിസ്വത്തുൻ, നിസാഉൻ, നിസ്വാനുൻ, ഇതൊക്കെ ബഹുവചനാണ്. ഇതിന് ഏകവചനമല്ല. ഈ നിസ്വത്തുൻ എന്നതിന് ആ പദത്തിൽ നിന്ന് ഏകവചനമല്ല. ഇപ്പോൾ ബിൻതുൻ, ബനാത്തുൻ, ബനാത്ത് എന്നുള്ളതിൻ്റെ ഏകവചനം എന്ത്? ബിൻതുൻ. ഇതേപോലെ നിസ്വത്തുൻ സ്ത്രീകൾ, അതിനെന്തില്ല? ഏകവചനം അതിൽ നിന്നില്ല. അതിൻ്റെ ഏകവചനം പറയൽ എന്താണ്? ഇമ്രഅത്തുൻ എന്നാണ്. എന്താണ്? ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, നിസ്വത്തുൻ ആ സ്ത്രീകൾ. ഇമ്രഅത്തുൻ എന്നുള്ളതിൽ നിന്ന് എന്നതിന് ഈ ഏകവചനത്തിന് ബഹുവചനമല്ല. ഇമ്രഅത്തുൻ എന്നുള്ളതിന് ഇതിൽ നിന്ന് എന്തില്ല? ബഹുവചനമല്ല. നിസ്വത്തുൻ എന്നതിന് ഏകവചനമില്ല. നിസ്വത്തുൻ, നിസാഉൻ ഒക്കെ എന്താണ്? ബഹുവചനാണ്. ഇത് ജംഉ ഖില്ല എന്ന് പറയും. ഖില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ത്രീകൾ, 10ൽ താഴെ സ്ത്രീകൾ, കുറച്ച് സ്ത്രീകൾ എന്ന അർത്ഥത്തിനാണ് നിസ്വ. അതിനാണ് ജമ്മുൽ ഖില്ല എന്ന് പറയാം. ഇത് ജമ്മു കെസറയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ത്രീകൾ. നിസ്വാൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി മുബാലഗയാണ്, കുറേ അധികം സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിനാണ് നിസ്വാൻ പ്രയോഗിക ഭാഷാപരമായിട്ട്. ഏതായാലും വഖാല നിസ്വത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാനും സ്ത്രീകൾ പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞു എന്നാകുമ്പോൾ കാല എന്ന് പറയേണ്ടത്, കാലത്ത് എന്ന് പറയേണ്ടത്. കാലത്ത് നിസ്വത്തുന്ന, കാല നിസ്വത്തുന്ന, കാലത്ത് എന്നാണ്. പക്ഷെ ഇവിടെ കാലത്ത് നിന്നുണ്ടോ? ഇല്ല, ഇവിടെ കാല എന്നേ ഉള്ളൂ. കാരണം ഈ താ എന്താണെന്നറിയോ? ഇത് ജമ്മിൻ്റെ തായാണ്. ഈ താ ഇപ്പോൾ ഗുലാമുൻ, ഗിൽമത്തുൻ, ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി, ഗിൽമത്തുൻ കുട്ടികൾ. അതേപോലെ തന്നെ സിബിയത്തുൻ, സബിയുൻ, സിബിയത്തുൻ എന്ന് പറയുമ്പോൾ ആ ജമ്മിൽ വരുന്ന താ ആണ്, അല്ലാതെ ഇത് സ്ത്രീലിംഗത്തെ അറിയിക്കണ തായല്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ പദത്തിൽ ഏകവചനമില്ലാത്ത ഇത്തരം ബഹുവചനങ്ങൾക്കും എന്ത് ചെയ്യും? ഇതേ രീതിയിൽ പ്രയോഗിക്കും. ക്രിയയെ സ്ത്രീലിംഗാക്കൂല, പുല്ലിംഗാക്കിയിട്ട് പ്രയോഗിക്കും. അതിൻ്റെ ആശയ സ്ത്രീകളാണ്, സ്ത്രീകൾ എന്നുള്ളതാണ്. പക്ഷെ ആ പദത്തിൽ വന്ന താ എന്തല്ല? ഇത് സ്ത്രീലിംഗത്തെ അറിയിക്കാനുള്ള തായല്ല, ബഹുവചനത്തെ അറിയിക്കാനുള്ളതാണ്. ഗുലാമുൻ, ഗിൽമത്തുൻ, സബിയുൻ, സിബിയത്തുൻ എന്നൊക്കെ ഉള്ളതിലുള്ള താ പോലുള്ളൊരു തായാണത്. എനിവേ, ഇതിൽ നിന്ന് ഈ ബഹുവചനത്തിന് ഇതിൽ നിന്ന് ഏകവചനം ഇല്ലാത്തത് കാരണത്താൽ അത്തരം ക്രിയകളുണ്ടല്ലോ, അത്തരം നാമങ്ങൾക്ക് വരുന്ന ക്രിയകളെ രണ്ട് നിലക്കും പ്രയോഗിക്കാം. കാലത്ത് നിസ്വത്തുൻ എന്ന് പറയാം, കാല നിസ്വത്തുൻ എന്ന് പറയാം എന്നുള്ളതാണ്. വഖാല നിസ്വത്തുൻ, നിസ്വത്ത് പറഞ്ഞ ജമ്മുൽ ഖില്ലയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ത്രീകൾ കുറേ ഇല്ല, പിന്നെയോ
കുറച്ച് സ്ത്രീകളുള്ളൂ. വക്കാല നിസ്വത്തുൻ, എവിടെയാണ് അവർ പറഞ്ഞത്? ഫിൽ മദീന. ഫിൽ മദീന, മദീനത്തിലാണ്. മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടണത്തിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ അടച്ചിട്ട റൂമിലല്ല, സ്വകാര്യതയിലല്ല, പിന്നെ ഇവരിത് പട്ടണത്തിൽ പാട്ടാക്കി. അതുകൊണ്ടാണ് അസിറു ഇതാ ജാവസ്നൈൻ ഷാ എന്നാണ്. ഒരു രഹസ്യം രണ്ടാളെ വിട്ട് കിടന്നാൽ ഷാ, അത് പരസ്യമായി. ഇവിടെ രണ്ടാളെ വിട്ട് കിടന്നു. യൂസുഫും ഈ സ്ത്രീയും മാത്രമായിരുന്നുവെങ്കിൽ ഇത് അവിടെ തീർന്നേനെ. പക്ഷേ ഇവിടെ ആര് വന്നു? ഷഹീദ ഷാഹിദ് മിൻ അഹ്ലിഹ. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാളെ വിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അസിറു ഇതാ ജാവസ്നൈനി ഷാ. മനസ്സിലായി? അതുപോലെ തന്നെ ലിൽ ഹീത്താനി ആദാൻ എന്നാണ്. ലിൽ ഹീത്താനി ആദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ചുമരുകൾക്ക് കാതുകളുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമരുകൾക്കുള്ളിലാണ് നടന്നത് എങ്കിലും ചുമരുകൾക്ക് അറബിയിൽ പറയുന്നതാണ് ലിൽ ഹീത്താനി ആദാൻ, ചുമരുകൾക്ക് കാതുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ എത്ര പൊത്തി പിടിച്ചിട്ടുണ്ടെങ്കിലും ചിലതെന്ത് ചെയ്യും? പുറത്തെയാടും എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇത് കൊട്ടാരമാണ്. അതായത് രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അസീസാണ്. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഈ അസീസാണ്. ഈ അസീസിൻ്റെ കയ്യിലാണ് മിസ്റിൻ്റെ ഖസാനകൾ മുഴുവൻ. അപ്പോൾ ആ അസീസിൻ്റെ ഭാര്യ അവർ പാർക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടെ യൂസുഫും ഈ സ്ത്രീ മാത്രമല്ല അല്ലേ? അതുകൊണ്ടാണ് സൗജത്തുൽ ഖബ്ബാസ്, സൗജത്തുൽ സാഖി, അതേപോലെ തന്നെ സൗജത്തുൽ ഹാജിബ്, അവിടെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഭാര്യമാരും അവിടെ ഉണ്ട്. ഏതായാലും ഇതെന്ത് ചെയ്ത് പിന്നെ രണ്ടാളെ വിട്ട് കിടന്നപ്പോൾ പാട്ടായി. അതുകൊണ്ട് ഈ പറഞ്ഞ സ്ത്രീകൾ, ആ വീട്ടിൽ വേലക്കുള്ള സ്ത്രീകളുണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ നിസ്വത്തും പ്രയോഗിച്ചത്. കുറച്ച് സ്ത്രീകളാണ്. പക്ഷേ അവർ വക്കാല നിസ്വത്തും ഫിൽ മദീനത്തി, അവർ മദീനയിൽ ആണ് ഇത് പാട്ടാക്കിയത്. മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയിൽ, ഈജിപ്തിലെ അവിടെയുള്ള പട്ടണത്തിൽ. പിന്നെ ഉള്ള വിഷയം, ഇതിൽ അക്ഷരാഭ്യാസമുള്ളവരും അല്ലാത്തവരും വ്യത്യാസമല്ല. ഇവിടെ പട്ടണത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയാൻ കാരണം, പട്ടണത്തിലുള്ള സ്ത്രീകൾ എപ്പോഴും എന്തായിരിക്കും? കുറച്ച് അറിവുള്ളവരായിരിക്കും, അഭ്യസ്തവിദ്യരായിരിക്കും. ഗ്രാമീണരാണ് പിന്നെ ബധുക്കൾ, അറിവും വേണ്ടത്ര കാര്യബോധം ഇല്ലാത്തവർ. പക്ഷേ ഇത് അഭ്യസ്തവിദ്യരാണ്. പക്ഷേ ഈ വിഷയം ഇതായതുകൊണ്ട് അറിവുകൊണ്ടും വിദ്യ കൊണ്ടൊന്നും ഫലമല്ല, ഇത് പറഞ്ഞ് പാട്ടാക്കി എന്നുള്ളതാണ്. വക്കാല നിസ്വത്തും ഫിൽ മദീന. എന്താ അപ്പോൾ അവർ പറഞ്ഞത് ഇമ്രഅത്തുൽ അസീസി തുറാവിദു ഫതഹ. ഇമ്രഅത്തുൽ അസീസ്, എന്താ? അസീസിൻ്റെ ഭാര്യ. തുറാവിദു ഫതഹ, അവളുടെ ഫതയെ എന്താ? തുറാവിദു ഉദ്ദേശിക്കുന്നു. അൻ നഫ്സിഹി, എന്താ നഫ്സിഹി? നമ്മൾ പറയല്ലേ, അദ്ദേഹത്തിന് വിസമ്മതമായിട്ടും, അദ്ദേഹത്തിന് താല്പര്യമല്ല, പക്ഷേ മുപ്പത്തിയേർക്ക് പിന്നെ താല്പര്യം. നമ്മൾ പറഞ്ഞു ഈ അന്നഫ്സിഹി എന്ന് പലയിടത്ത് വന്നില്ല. അപ്പോൾ അത് 5 സ്ഥലത്ത് വന്നു. അതിൽ 3-ാമത്തെ സ്ഥലമാണിത്. ഇനി വരും അന്നഫ്സിഹി എന്നുള്ള ഈ പ്രയോഗം. ഒന്ന്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് താല്പര്യമില്ല എന്നുള്ളത് അറിയിക്കാനാണ്. 2, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നഫ്സ് എന്താ? അത് ഇങ്ങനെയൊരു വിഷയമാണ് എങ്കിൽ അതിന് എന്താ കൂടുതൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ളൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ അത് ആഗ്രഹിക്കാൻ പര്യാപ്തമായ നഫ്സാണ്. പക്ഷേ എന്നിട്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല, അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ അറിയിക്കാനാണ് ഈ പ്രയോഗം. ഇവിടെ ഈ സ്ത്രീകൾ ഇത് ഏറ്റെടുത്തപ്പോൾ നോക്കിയേ അവരുടെ ആ അവതരണം. ഒന്ന് ഇമ്രഅത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഇവരുടെ പ്രതികരണം ഫലമ്മ സമിയാത്ത് ബി മക്രിഹിന്ന എന്നാണ്. ഇനി അടുത്ത ആയത്തതാണ്. ഈ സലീഖ അല്ലെങ്കിൽ സുലൈഖ കേട്ടപ്പോൾ ബിമക്രിഹിന്ന, ഇവരുടെ മക്കർ. ആരുടെ മക്കർ? ഈ നിസ്വത്തും ഫിൽ മദീന, മദീനയിലെ നിസ്വത്തിൻ്റെ മക്കർ കേട്ടപ്പോൾ എന്നാണ്. അപ്പോൾ ഇത് ഉണ്ടല്ലോ, ഇവർ ഈ പറയുന്നത് എന്തല്ല, ഇത് ശരിക്കും ഒരു പച്ചിറച്ചി വലിച്ചെന്ന് അറിയില്ലേ, ആ പരിപാടിയാണിത്. പക്ഷേ ഇതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബി മക്രിഹിന്ന എന്നാണ്, അവരുടെ മക്കർ എന്നാണ്. അപ്പോൾ ഇതിലവരൊരു മക്കർ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താ ഞാൻ പറയാം അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടേത് ഇതൊരു പിന്നെ ആത്മാർത്ഥമുള്ള വർത്താനമൊന്നുമല്ല, ഇത് ശരിക്കും ഒരു ഗീബത്താണ്. പക്ഷെ അത് അവർ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇമ്രാത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യ. ഓൽക്ക് ഈ പെണ്ണിൻ്റെ പേരറിയാം, പക്ഷെ അവരെ പേര് പറയുന്നില്ല. തുറാവിദു ഫതാഹ,
അവളുടെ ഫതയെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഇമ്രാത്ത് ഉദ്ദേശിക്കണതെന്നാണ്. ശരിക്കും ഫതാഹ എന്ന് പറഞ്ഞാൽ അവളുടെ ഫതേ, ഇതാരുടെ ഫതയാണ്? അസീസിൻ്റെ ഫതയാണ്. അസീസിൻ്റെ ഫതയാണ്, ഇവളുടേതല്ല. പക്ഷേ സ്ത്രീകളിത് കൈകാര്യം ചെയ്യാണ്. പറയുന്നത് എന്താണ്, ശരിക്ക് ഫത്തയാണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്ത് ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ഇത് ഇമ്രാത്ത്, ഇവളൊരു പെണ്ണാണ്, പെണ്ണൊരുത്തിയാണ് ഇത് ആഗ്രഹിക്കുന്നത്. പിന്നെ അവൾ സാധാരണക്കാരിയല്ല. പിന്നെ ഇമ്രാത്തുൽ അസീസ്, അസീസിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്കൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവ് ചില്ലറക്കാരനല്ല, അയാൾ അസീസാണ്, അസീസ് മിസർ. അപ്പോൾ വിവാഹിതയായ, അതും ഒരു പൗരപ്രമുഖനെ ഭാര്യയായി കിട്ടിയോ അവൾ എന്ത് ചെയ്യണം, തുറാവിദു ഫതാഹ, അവൾ ഹൈ കാറ്റഗറിയാണ്. എന്നിട്ട് അവൾ മോഹിക്കണതോ ഫതാഹ, അവളുടെ ഫതയാണ്. ഫത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഭൃത്യൻ, ഗുലാം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എത്ര തരം താന്നു. ഇതൊരു പെണ്ണുങ്ങളുടെ ഒരു ശൈലിയിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഒന്നിനപ്പുറം പോകുന്നൊരു പെണ്ണ് ഇങ്ങനെയുള്ളൊരു ചെക്കൻ്റെ പിന്നാലെ എന്നുള്ളത് അവർ പറയുമ്പോൾ, അതിശയോക്തിയിൽ പറയുമ്പോൾ അതാണ് അവിടെ വിഷയം. ഇമ്രാത്തുൽ അസീസി തുറാവിദു ഫതഹ അൻ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബൻ. അതിൻ്റെ കാരണം പറയണം ഈ സ്ത്രീകൾ, അതിൻ്റെ കാരണം പറയണം. ഖദ് ശഗഫഹ ഹുബ്ബൻ. എന്താ ഖദ് ശഗഫഹ ഹുബ്ബൻ? ഈ ഷഗഫ് എന്നത് ഷിഗാഫിൽ നിന്നാണ്. ഷിഗാഫ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കൽബിനുള്ള ഒരു കവറാണ്, ഹൃദയത്തിനുള്ള ഒരു കവറിനാണ് ഷിഗാഫ് എന്ന് പറയുക. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞത് ഖദ് ശഗഫഹ ഹുബ്ബൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോടുള്ള ഹുബ്ബ് അവളുടെ ഹൃദയത്തിൻ്റെ ഷിഗാഫിനെ ഭേദിച്ച് കയറി എന്നാണ്. കൽബിൻ്റെ കവറുണ്ടല്ലോ, ഈ നമ്മുടെ ഹൃദയങ്ങളെ പിന്നെ ആവരണം ചെയ്തുകൊണ്ടൊരു സ്ഥലമുണ്ട്, ഒരു സ്ഥലം. ആ സ്ഥലം, അതിനാണ് ഷിഗാഫ് എന്ന് പറയുക. അതിനെ ഭേദിച്ച് ഹുബ്ബ് ഉള്ളിൽ കയറുക എന്നാണ്. ഖദ് ശഗഫഹ ഹുബ്ബൻ. ഹുബ്ബൻ എന്ന് പറഞ്ഞെങ്കിൽ തൻവീന് എഴുതാണ്. ഹുബ്ബഹു, യൂസുഫിനോടുള്ള ഹുബ്ബ് അവളുടെ ഷിഗാഫിനെ, ഹൃദയത്തിൻ്റെ പിന്നെ ആവരണത്തെ തുളച്ച് അകത്തേക്ക് കയറി എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ചിലർ പറഞ്ഞത് ഗത്ത കൽബഹ, അവളുടെ ഹൃദയത്തെ മൂടി പൊതിഞ്ഞു യൂസുഫിനോടുള്ള ഹുബ്ബ്. അപ്പോൾ സ്ത്രീകൾ പറയുന്നതാണ് ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതഹ അൻ നഫ്സിഹി. അതിൻ്റെ കാരണം ഖദ് ശഗഫഹ ഹുബ്ബൻ, യൂസുഫിനോടുള്ള ഹുബ്ബ് അവളുടെ ഹൃദയത്തിൻ്റെ ഷിഗാഫിനെ ഭേദിച്ചുള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്നേഹം അവളുടെ ഹൃദയത്തിൽ യൂസുഫിനോട് മൂത്തു, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു എന്നുള്ള ഒരർത്ഥത്തിലാണത്. കവിതയിൽ കാണാം, ഖൈസ് ഇബ്നു മുലവ്വഹ് കാമുകി ലൈലയെക്കുറിച്ച് പറയുമ്പോൾ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ എന്നാണ്. ഇത് പിന്നെ ഇവന് ഈ ഖൈസ് പിന്നെ തൻ്റെ കാമുകി ലൈലയെ കുറിച്ച് പറയുന്നത് അമുറു അല ദിയാരി ദിയാരി ലൈല വ ഉഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാറ വമാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സകന ദിയാറ എന്നാണ്. എന്താ അമുറു അലൽ ദിയാർ എന്ന് പറഞ്ഞാൽ എന്താ, വീടുകളാണ്. വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾപ്പാർപ്പൊക്കെ ഇല്ലാത്ത വീടുകളാണ്. അതായത് അറബികൾ നാടോടികളായിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അവർ വെള്ളവും അതേപോലെ തന്നെ മേയാനുള്ള മേച്ചിൽ സ്ഥലങ്ങളുള്ളിടത്ത് താമസിക്കും, അവിടെ വീടൊക്കെ കെട്ടിയിട്ട് താമസിക്കും. പിന്നെ അവിടെ വെള്ളം ഇതൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നീ വേറെ വെള്ളമുള്ളിടത്തേക്ക് പോകും. അങ്ങനെയാണ് അറബികളുടെ പതിവ്. അപ്പോൾ പോകുമ്പോൾ എന്താ എല്ലാവരും പോവും, അത് പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ ഈ കാമുകന്മാർ ഉണ്ടല്ലോ, ഈ വേർപാട് അവർക്ക് തീരെ സഹിക്കാൻ കഴിയില്ല, വേർപാട്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്രുൽ ഖൈസ് പിന്നെ കാമുകി പോയപ്പോൾ അന്നി ഖദാ തൽബൈനി യൗമ തഹവ്വലു ലദാസ മുറാത്തിൽ ഹയ്യിൻ ആഖിഫു ഹംദലി എന്ന് പറയുന്നത്. ഓളിയും കൂട്ടിയിട്ടോളെ കൗമ് പോയപ്പോൾ ഞാൻ ആ നാട്ടിൽ ആട്ടങ്ങ കടിച്ചവനെ പോലെ ആയി എന്നറിയുന്നുണ്ട്. കാരണം അത്രയും പിന്നെ ആ വിരഹ ദുഃഖം. ഇതേപോലെയാണ് ഇവൾ ലൈല അൽ ആമിരിയെ പോയപ്പോൾ ഈ ഖൈസ് പറയാണ്, ആ പാർത്ത സ്ഥലത്തുള്ള വീടുകളുണ്ടല്ലോ അവിടെ ചുമരുകളേ ഉള്ളൂ. അപ്പോൾ
അമുറു അല ദിയാരി ലൈല എന്നാണ്. ലൈലൻ്റെ ഓരോ ദിയാറിലൂടെ ഇങ്ങനെ ഞാൻ നടക്കും. എന്നിട്ട് ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ എന്നാണ്. ഓരോ ചുമരുകളെയും പോയിട്ട് എങ്ങനെ ചുംബിക്കുന്നതാണ്. ഇത് വട്ടാണ് ശരിക്ക്. ഓരോ ചുമരുകളെ ചുംബിക്കും. എന്നിട്ട് പറയാണ് വമാ ഹുബ്ബുദ്ദിയാരി ഷഗഫ്ന കൽബി, ഈ ചുമരുകളോടുള്ള വീടുകളോടുള്ള ഇഷ്ടമല്ല ഷഗഫ്ന കൽബി. ഷഗഫ്ന കൽബി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആ മറയെ തുളച്ച് ഉള്ളിൽ കയറിയിട്ടുള്ളത്. പിന്നെ വലാക്കിൻ ഹുബ്ബു മൻ സകന ദിയാറ, ആ വീട്ടിൽ പാർത്ത ആളോടുള്ള ഇഷ്ടമാണെന്നാണ്. ആളാരാണ്? അത് ലൈലയാണ്. ഓളോടുള്ള ഇഷ്ടം കാരണത്താലാണ് ഞാൻ എന്ത് ചെയ്യണത്, ആ ചുമരിനെ പോയിട്ട് ചുംബിക്കണതെന്ന് പറയണം. ഇതൊരു ഭയങ്കര ഫസാദാണ്. അതുകൊണ്ട് ഈ ചങ്ങാതി ഖൈസ് ഈ ഹുബിൻ്റെ അപകടം മനസ്സിലാക്കാനാണ്. ഈ ചങ്ങാതി പിന്നെ ഒരിക്കൽ പാടുകയാണ്, ഇദൽ ഹുജ്ജാജു ലം യഖിഫു ബിലൈല വലസ്തു അറാലി ഹജ്ജിഹി മുതമാമ വതമാമുൽ ഹജ്ജി അൻ തഖിഫൽ മതായ അലാ ലൈല വതുഖ്രിഹ സലാമ എന്നാണ്. എന്താണ്? ഇദൽ ഹജ്ജാജു ലം യഖിഫു ബിലൈല, ഹാജിമാരിങ്ങനെ പോവില്ലേ, ഹജ്ജിന് പോവില്ലേ? അപ്പോൾ ഹാജിമാർ ഇദൽ ഹുജ്ജാജ് ലം യഖിഫു ബിലൈല, ലൈലൻ്റെ അടുത്ത് നിന്നിട്ടില്ല എങ്കിൽ വലസ്തു അറാലി ഹജ്ജിഹി മുതമാമ, അവരുടെ ഹജ്ജ് തമാമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പിന്നെ വതമാമുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അൻ തഖിഫൽ മതായ, യാത്രാ സംഘങ്ങൾ നിൽക്കലാണ്. എവിടെ? അലാ ലൈല, ലൈലൻ്റെ വീട്ടിനടുത്ത്. വതുഖ്രി ഹസ്സലാം, എന്നിട്ട് ഓൾക്ക് സലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജാണ് തമാം എന്നാണ്. അറഫയിൽ നിൽക്കുന്നത് പോലെ ഒരു റുക്കിനായിട്ടാണ് കവി ഇത് പറയുന്നത്. ഈ ചങ്ങാതി അതൊക്കെ ഈ ഹുബിൻ്റെ ഫസാദാണ്. ഇതിൻ്റെ മനുഷ്യന്മാർ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആകെ മനുഷ്യന്മാർ കുളം തോണ്ടുന്നുള്ളതിനുള്ള അടയാളമാണ്. അതുകൊണ്ടാണ് യഖൂലൂന ബീദാ ഉൽ ഹുയാമി അസാബഹു വനഫ്സിയ ഖദ് അലിമത് മക്കാന ഷിഫായി എന്നാണ്. ഇവങ്ങനെ ഹുയാം രോഗം പിടിച്ച ഒട്ടകത്തിൻ്റെ മാതിരി നടത്തിയിരുന്നതാണ്. ഈ ഹുയാം രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രത്യേക ഒട്ടകമാണ്, രോഗം പിടിച്ചൊരു ഒട്ടകമാണ്. അതാണ് ഫഷാരിബൂൻ അലൈഹി മിനൽ ഹമീം ഫഷാരിബൂൻ ഷുർബൽ ഹീം എന്നറിയില്ല. ഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുയാം രോഗം പിടിച്ച ഒട്ടകം എന്നാണ്. ആ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ ഈ ചുടുവെള്ളം നരകവാസികൾ കുടിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു മജുറഹ്മാൻ എന്നാണ്. അപ്പോൾ അവിടെ ആ ഹുയാം രോഗം പിടികൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും ചാകുന്നത് വരെ. ഇതേപോലെയാണ് ഈ ചങ്ങാതി എന്നാണ്. ഈ രോഗം പിടിച്ച ഒട്ടകത്തിൻ്റെ മാതിരിയാണ് ഇവൻ നടക്കുന്നത്. അതാണ് യഖൂലു നബി ഇദാ ഉൽ ഹുയാമി അസാബബു, ഖൈസ് ബിൻ മുലവ്വഹിന് ഹുയാം രോഗം പിടിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ വ നഫ്സി ഖദ് അലിമത്ത്, ഓൻ പറയണത് എൻ്റെ നഫ്സിനറിയാം മക്കാന ഷിഫായിയ, ഈ രോഗത്തിനൊരു ശമനുണ്ട് എന്നുള്ളത്, എവിടെയാണെന്നുള്ളത്. നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ രോഗം മാറി എന്നുള്ളതാണ്. അല്ലാതെ ഹുയാം രോഗം പിടിച്ച ഒട്ടകം അങ്ങനെ ചാകലാണ്. ഈ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ഫിത്ന, അത് ഒരുത്തന് പ്രേമിച്ചതൊരു കറുത്ത തൊലിപ്പുറമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ പറയാണ് ഉഹിബ്ബുലി ഹുബ്ബിഹ സൂദാനി ഉഹിബ്ബുലി ഹുബ്ബിഹ സൂദൽ കിലാബി എന്നാണ്. അവളെനിക്കിഷ്ടമാണ്, അവളെ ഇഷ്ടമുള്ളത് കാരണത്താൽ എനിക്ക് സുഡാനിയെ ഇഷ്ടമാണ്, അവളെനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ സൂദുൽ കിലാബ് കറുത്ത പട്ടികളെ എനിക്കിഷ്ടമാണെന്ന്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ പിന്നെ ഇതാണ് ഇവിടെ പിന്നെ ഈ സ്ത്രീകൾ പറയുന്നത് ഖദ് ശഗഫഹാ ഹുബ്ബൻ, അവളുടെ കൽബിൻ്റെ ഷഗാഫിനെ അല്ലെങ്കിൽ ഷിഗാഫിനെ, ആ കവറിനെ അവനോടുള്ള ഹുബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, സന്നിവേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പിന്നെ ഈ ഹുബ്ബ് നിറഞ്ഞിട്ടുണ്ട്, കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ ഒരു തഖീം, മൂല്യനിർണ്ണയം, അതാണ് ഇവിടെ. ഈ സ്ത്രീകൾ വഖാൽ നിസ്വത്തും ഫിൽ മദീനത്തി എന്ന് പറഞ്ഞിട്ട് അവർ ഒരു പ്രസ്താവന നടത്താണ്. എന്താണ് പ്രസ്താവന? ഇമ്രാഅത്തുൽ അസീസ് തുറാവിദ് ഫതഹ അൻ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ. ഇത് അവരുടെ ഒരു പ്രസ്താവനയാണ്. ഇനി അവരുടെ ഒരു തഖീം, മൂല്യനിർണ്ണയം, അതെന്താ? ഇന്നാ നറാഹ ഫീ ദലാലിൻ മുബീൻ. ഇന്ന അവർ പറയാണ് തീർച്ചയായും ഞങ്ങൾ ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു, അവളെ ഞങ്ങൾ കാണുന്നു. അതും ലനറാഹ എന്നാണ്. ഇന്ന എന്നുള്ളത് തോക്കീത്, ല എന്നുള്ളതും തോക്കീത്. അവർ തീർപ്പാക്കിയിട്ട് പറയാണ് ഇന്ന ലനറാഹ, അവളെ ഞങ്ങൾ കാണുന്നു. അവളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്രാത്തുൽ അസീസിനെ എങ്ങനെ കാണുന്നു? ഫീ ദലാലിൻ മുബീൻ. ഫീ ദലാലിൻ മുബീൻ, ദലാലി എന്ന് പറഞ്ഞാൽ മാർഗം തെറ്റിയ, വഴി തെറ്റിയ അവസ്ഥയിൽ. മുബീൻ എന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി വ്യക്തമായ ഉറപ്പിക്കുകയാണ്.
ദലാലിൻ എന്ന് പറഞ്ഞെങ്കിൽ മഹാവഴികേട് എന്നർത്ഥം. മഹാവഴികേട്. വഴികേട് എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് തെറ്റിയ എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ ശരിബോധമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് വന്നില്ലേ, ഇന്ന അബാന ലഫി ദലാലി മുബീൻ. ആരാ പറഞ്ഞത്? ഇന്ന അബാന ലഫി ദലാലി മുബീൻ. ഇഖ്വത്ത് യൂസുഫ് വാപ്പാനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞങ്ങളെ വാപ്പ ലഫി ദലാലി മുബീൻ. അതേപോലെയാണ് അവിടെ വാപ്പ ദീനിൽ നിന്ന് അകന്നു പോയി എന്ന അർത്ഥത്തിലല്ല, പിന്നെ വാപ്പാൻ്റെ ഈ റൂട്ട് ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ. നോക്കിയേ നിങ്ങൾ, ഈ സ്ത്രീകൾ അവർ ആദ്യം ഒരു പ്രസ്താവന നടത്തി, തുറാവിദ് ഫതഹ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ. എന്നിട്ട് അവരുടെ ഒരു മൂല്യനിർണ്ണയമാണ് ഇന്നാ ലനറാഹ ഫീ ദലാലിൻ മുബീൻ. ഈ സ്ത്രീ അസീസിൻ്റെ ഭാര്യ സുലൈഖ മഹാവഴികേടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അവരെന്ത് ചെയ്യാണ്? ഇന്ന തീർച്ചപ്പെടുത്തിയിട്ട് പറയാണ്, ഇന്ന ലനറാഹ ഫീ ദലാലിൻ മുബീൻ. ആ മഹാ ദലാൽ എന്നുള്ളതിന് ഈ തൻവീനാണ്, പിന്നെ മുബീൻ എന്നുള്ളത് വ്യക്തമായ ദലാലിൽ. ഇവിടെ സ്ത്രീകളുടെ ഈ വർത്താനം ഉണ്ടല്ലോ, ഇത് ശരിക്ക് ഈ ഫാഹിഷത്തുണ്ടല്ലോ, നീചവൃത്തി, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പാട്ടാകാൻ പാടില്ല. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ നീചവൃത്തി ഇത് പാട്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പിന്നെ വലിയ ശിക്ഷ വരെ വെച്ചത്. 4 സാക്ഷി വേണം. ആ 4 സാക്ഷികളുടെയും സാക്ഷ്യം തെറ്റാൻ പാടില്ല. ഒക്കെ എന്താ, ഇത്തരം വാർത്തകൾ എന്ത് ചെയ്യാൻ പാടില്ല, സമൂഹത്തിൽ പരക്കാൻ പാടില്ല. കാരണം എന്താ, ഇത് പരന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ അഭിമാനരോഷം കെട്ടുപോകും. ഇതൊക്കെ ഒരു സാധാരണവൽക്കരിക്കപ്പെടുന്ന അവസ്ഥ വരും. അത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പക്ഷേ ഇവരുടെ ലക്ഷ്യം ഇതിലെന്തല്ല, ഒരു തിന്മയെ എതിർക്കുക എന്നുള്ളതല്ല. കാരണം അവരുടെ ലക്ഷ്യം, ഇവരുടെ ശൈലിയിൽ നിന്ന് മനസ്സിലാണ്ട് ഇതെന്താ, അവരുടെ ലക്ഷ്യം ഇതാണ്, ഇമ്രാത്തുൽ അസീസിനെ ഒന്ന് തോണ്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ കടിച്ചു വലിച്ചറിയില്ലേ, അതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, ഇമ്രാത്തുൽ അസീസ് തുറാവിദു ഫതാഹ അൻ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ. പിന്നെ ഇന്നാ ലനറാഹ ഫി ദലാലിൻ മുബീൻ എന്നവർ പറയണം. ഇവരുടെ ഉള്ളിൽ ഉള്ളത് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ ഉള്ളിലുള്ളത് ഇനി എന്ത് ചെയ്യണം, ഇവരുടെ ഈ വർത്താനം ആര് കേൾക്കണം? ഇത് സുലൈഖ കേൾക്കണം. സുലൈഖ കേട്ടിട്ട് എന്ത് ചെയ്യണം, സുലൈഖൻ്റെ കൊട്ടാരത്തിൽ പരിമിതപ്പെട്ട് കഴിയാണ് ആര്, യൂസുഫ്. ആ യൂസുഫിനെ എന്ത് ചെയ്യണം, ഇവർക്ക് കാണിക്കണം, ഇവർക്ക് അവതരിപ്പിക്കണം. ആര്, സുലൈഖ. അതിനുള്ള വർത്താനാണിത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മക്കർ എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് മക്കർ പറഞ്ഞത് എന്തിനാ, ഇവർക്ക് യൂസുഫിനെ കാണാനുള്ള അവസരം ഈ സ്ത്രീ ഉണ്ടാക്കണം, അതിനുള്ള വർത്താനാണ് ഇത്. ശരിക്ക് ഈ പെണ്ണിനെ തിരുത്താനോ നന്നാക്കാനുള്ള ഒരു വർത്താനമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പട്ടണത്തിൽ ഇത് പോയിട്ട് പറയില്ല, അത് അവിടെ കൊട്ടാരത്തിൽ പറഞ്ഞ് തീർക്കുക ചെയ്യാം. പക്ഷേ ഇവരിത് പട്ടണത്തിൽ പറഞ്ഞ് പരത്തിയത്, ഈ വർത്താനം പട്ടണത്തിൽ നിന്ന് എന്ത് ചെയ്യണം, സുലൈഖയുടെ അടുക്കലേക്ക് എത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, സുലൈഖ ഇവർക്ക് ഒരവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നെ ഇതിൻ്റെ തുടർച്ചയിൽ പറയാം ഇൻഷാ അല്ലാഹ്. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. فلما سمعت അവൾ കേട്ടപ്പോൾ, അവളാരാ, ഈ ഇമ്രാത്തുൽ അസീസ് സുലൈഖ. അവൾ കേട്ടപ്പോൾ, എന്ത് കേട്ടപ്പോൾ, ബി മക്രിഹിൻ. മക്രിഹിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മക്ർ, അവരുടെ തന്ത്രം കേട്ടപ്പോൾ. അർസലത്ത് ഇലൈഹിൻ, അർസലത്ത് അവൾ അയച്ചു, ഇലൈഹിന്ന ഈ സ്ത്രീകളിലേക്ക്, നിസ്വത്തും ഫിൽ മദീന, മദീനയിലെ സ്ത്രീകളിലേക്ക് അയച്ചു. സ്ത്രീകളിലേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളയച്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള നിയോഗിക്കലാണ്. വ അഅതദത് ലഹുന്ന, വ അഅതദത് എന്ന് പറഞ്ഞാൽ വ അഅദദത് എന്നാണ്, അവൾ ഒരുക്കി. അഅദ്ദ ഉണ്ടല്ലോ, അഅദ്ദ ദാലിനെ ഇവിടെ ത ആക്കിയിട്ട് മാറ്റിയതാണ്. അഅതദത്, അവൾ ഒരുക്കി, ലഹുന്ന ഈ സ്ത്രീകൾക്കായി, മുത്തക്കൻ. മുത്തക്കൻ എന്ന് പറഞ്ഞാൽ മക്കാനുൽ ഇത്തിക്ക, ചാരിയിരിക്കുന്ന ഇടം, ചാരിയിരിക്കാനുള്ള ഇടം. വ ആത്തത്, ആത്തത് എന്നാണ്, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി. ആത്തത് അവൾ നൽകി, അവൾ നൽകി. കുല്ല വാഹിദത്തി മിൻഹുന്ന, കുല്ല വാഹിദത്തി മിൻഹുന്ന, മിൻഹുന്ന എന്ന് പറഞ്ഞാൽ മിനൻ നിസ, ആ സ്ത്രീകളിൽ നിന്ന് ഓരോരുത്തർക്കും, കുല്ല വാഹിദത്തി മിൻഹുന്ന
അവരിൽ ഓരോരുത്തർക്കും നൽകി സിക്കീനൻ. സിക്കീൻ എന്ന് പറഞ്ഞാൽ കത്തി നൽകി. അവൾ കത്തി നൽകിയാണ് അവൾ തന്നെ നൽകി നീക്കൊള്ളുന്നില്ല. പിന്നെയോ അവളുടെ ഭൃത്യകൾ നൽകിയെന്നാകാം, ഭൃത്യന്മാർ നൽകിയെന്നാകാം. യാ ഹാമാൻ ഇബ്നിലി സർഹ എന്നല്ല, യാ ഹാമാൻ ഇബ്നിലി, നീ എനിക്ക് നിർമ്മിക്ക് സർഹ എന്നാണ്. എന്താ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു അമ്പര ചുംബരി ആയിട്ടുള്ള എടുപ്പ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹാമാൻ ഉണ്ടാക്കുന്നത് അല്ലല്ലോ, അതേപോലെ പ്രയോഗം സിക്കീന്. വഖാലത്ത്, അവൾ പറഞ്ഞു ഉഖ്റുജ് അലൈഹിന്ന, ഉഖ്റുജ് യൂസുഫിനോടാണ് പറഞ്ഞത്, ഉഖ്റുജ് അലൈഹിന്ന, അവരിലേക്ക് പുറപ്പെടാൻ. അതിലൊക്കെ ചില വിഷയങ്ങൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഫലമ്മ സമിഅത്ത്, അവൾ കേട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമ്രാത്തുൽ അസീസ് സുലേഖ അല്ലെങ്കിൽ സലീഖയാണ് ഉദ്ദേശം. കേട്ടപ്പോൾ ബി മക്രിഹിന്ന, അവരുടെ മക്കർ. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ സെമിയ ഉണ്ടല്ലോ, സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു. എന്താ കേട്ടത്? സെമിയ മക്രഹുന്ന എന്ന് പറഞ്ഞാൽ നേരിട്ട് അല്ലേ, അവരുടെ മക്കറിനെ കേട്ടു, നേരിട്ട് പറയാം, ബീൻ്റെ ആവശ്യമല്ല. പക്ഷെ ഇവിടെ ബി എന്തിനാ പറഞ്ഞത്? ബി പറഞ്ഞത് ഈ ഇവരുടെ വർത്താനം ഉണ്ടല്ലോ, അത് നാട്ടിൽ സ്പ്രെഡായി പാട്ടായി എന്നുള്ളത് അറിയിക്കാനാണ്. ഇവരുടെ ഈ സംസാരം അത് പ്രചരിച്ചത് അവൾ കേട്ടപ്പോൾ, അതാണ് ഈ അർത്ഥാക്കുന്നത്. ഫലമ്മ സമിഅത്ത്, ഈ പാട്ടായ വിഷയം അവൾ കേട്ടപ്പോൾ, പറഞ്ഞത് പാട്ടായി, അതറിയിക്കാനാണ് കേട്ടത്. അതാണ് മക്രിഹിന്ന, അവരുടെ തന്ത്രം. അവരുടെ തന്ത്രം കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ തന്ത്രം ഞാൻ പറയല്ലേ, ഇമ്രാത്തുൽ അസീസ് തുറാവിദ് ഫത്ത എന്ന് പറഞ്ഞില്ലേ, അതാണ് അവരുടെ തന്ത്രം എന്ന് പറഞ്ഞത്. എന്തിനാണ് അതിനെ തന്ത്രം എന്ന് പറഞ്ഞത്? അതാണ് തഫ്സീറുകളിൽ കാണാം. അതിന് തന്ത്രം എന്ന് പറഞ്ഞത് ഈ സ്ത്രീകൾ ഇത് പറഞ്ഞു പരത്തിയത് എന്ത് വേണം, ഇവർക്ക് യൂസുഫിനെ ഇവർക്കൊന്ന് കാണണം. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാനാണ് ചെയ്തത് അവർ പറഞ്ഞത്. ഇവരുടേത്, ഈ സ്ത്രീകളുടേത് മക്രുൻ ഖൗലി, വാചികമായിട്ടുള്ള തന്ത്രമായിരുന്നു. അപ്പോൾ വാചികമായ തന്ത്രത്തെ പ്രതിരോധിക്കാൻ ഇവളെന്ത് ചെയ്തു? മക്രുൻ ഫിഅലി അല്ലെങ്കിൽ മക്രുൻ അമലി, എന്താ പ്രാവർത്തികമായിട്ടുള്ളൊരു തന്ത്രമാണ് അവർ ഒരുക്കിയത്. അവരുടേത് വാക്കാലുള്ള തന്ത്രമായിരുന്നു. ഇമ്രാത്തുൽ അസീസ് തുറാവിദ് ഫതാഹ ഖദ് ശഗഫഹ ഹുബ്ബ ഇന്നാ ലനറാഹ ഫീ ദലാലിൻ മുബീൻ, വാക്കാലുള്ള തന്ത്രമാണ് അവരുടേത്. അപ്പോൾ അതിനെ ചെറുക്കാനാണ് മുപ്പത്തിയേര് എന്ത് ചെയ്തത്? ഒരു മക്രുൻ അമലി, പ്രാവർത്തികമായിട്ടുള്ള ഒരു തന്ത്രത്തെ അവരുണ്ടാക്കിയത്. ഫലമ്മ സമിഅത്ത് ബി മക്രിഹിന്ന, പട്ടണത്തിലെ ആ സ്ത്രീകളുടെ മക്കർ മഹദി കേട്ടപ്പോൾ അർസലത്ത് ഇലൈഹിന്ന, ആ സ്ത്രീകളിലേക്ക് അവൾ അയച്ചു, അവരെ ക്ഷണിച്ച് വരുത്താൻ വേണ്ടിയിട്ട് അയച്ചു. വഅഅതദത് ലഹുൻ, ആ സ്ത്രീകൾക്കായിട്ട് ഇവർ ഒരുക്കി, ഈ മഹദി സുലൈഖ ഒരുക്കി മുത്തക്ക എന്ന് പറഞ്ഞിങ്ങനെ എത്തക്കയോ മുത്തക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ആകുലു മുത്തക്കിയാൻ, ഞാൻ മുത്തക്കിയായിട്ട് തിന്നൂല എന്ന് പറഞ്ഞു. എന്താ ചാരി ഇരുന്ന് ഇങ്ങനെ ഗമയിലുണ്ടല്ലോ, ആ ഇരുന്നിട്ട് തിന്നൂല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അങ്ങനെ തിന്നാനാണ് ഇത് ഒരുക്കണത്. ഇവിടെ പിന്നെ മുത്തക്കേൻ ഒരുക്കിയത് എന്താണ്? ഇവർ ചാരി ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തിയേരുടെ ഉദ്ദേശം. കാരണം എന്താണ്? മുപ്പത്തിയേര് കത്തിയും കൊടുക്കുന്നുണ്ട്, പിന്നെ കത്തി കൊടുക്കുന്നുണ്ടെന്നറിയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശമാണ്. കാരണം ഈ കത്തി ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യണം? പഴം മുറിക്കണം. അതുകൊണ്ട് തഫ്സീറിൽ കാണാം മൗസും ഉത്രുജയും വെച്ചു എന്നാണ്. മൗസും ഉത്രുജയും വെച്ചു, പഴങ്ങൾ വെച്ചു എന്നുള്ളതാണ്. തയ്യബ് വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ വഖാലത്ത് ഉഖ്റുജ് അലൈഹിൻ, വഖാലത്ത് ഈ മഹദി പറഞ്ഞു ഉഖ്റുജ്, യൂസുഫിനോടൊന്ന് നീ പുറപ്പെടും. ഉഖ്റുജ്, അവിടെ ഈ ഖറജ അല എന്നല്ല പ്രയോഗമില്ല. ഖറജ എന്താ? ഖറജ ഇലയാണ്. ഖറജ ഇലൽ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ഖറജ ഇല. ഇവിടെ എന്താ പറഞ്ഞത്? അത് ദഖലയാണ്. ദഖല അല, അങ്ങനെയാണ് പൊതുവെ പ്രയോഗം വരിക. അപ്പോൾ ഇവിടെ ഉഖ്റുജ് അലൈഹിന്ന എന്ന് പറഞ്ഞെങ്കിൽ ഉഖ്റുജ് വദ്ഖുൽ അലൈഹിന്ന എന്ന് ഉദ്ദേശമാണ്. അതുപോലെ ഇവിടെ ഈ ബി ഉണ്ടല്ലേ, ബി അറിയിക്കുന്നത് പോലെ ഉഖ്റുജ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് ഒരു റൂമിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലിരിക്കുകയാണ്. സ്ത്രീകളെ അവരുടെ മുത്തൊക്കെ ഒരുക്കിയിട്ടുള്ളത് എന്താണ്? വേറൊരു സ്ഥലത്താണ്.
കൊട്ടാരമാകുമ്പോൾ അതിന് പല സംവിധാനങ്ങളുണ്ടാവില്ല. അപ്പോൾ വക്കാലത്ത് അവർ പറഞ്ഞു ഉഖ്റുജ്, യൂസുഫിനോട് തൻ്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അലൈഹിന്ന ഉദ്ഖുൽ അലൈഹിന്ന, എന്താ ഈ സ്ത്രീകളുടെ അടുക്കലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറയണം. അതാണ് ഉഖ്റുജ് അലൈഹിന്ന എന്നുള്ളതിൻ്റെ ഉദ്ദേശം. സ്വാഭാവികമായിട്ടും യൂസുഫ് അവിടുത്തെ ജോലിക്കാരനല്ലേ, അല്ലെങ്കിൽ ഇവരുടെ കൽപ്പനയ്ക്ക് വിധേയനാകാൻ വിധിക്കപ്പെട്ടവനല്ലേ. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അവളുടെ ആജ്ഞപ്രകാരം പുറപ്പെട്ടു. എന്നിട്ട് ആ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. അതാണ് ഫൗൽ ഫസീഹാണ്. ഇവർ പറഞ്ഞ മാത്രയിൽ അതിനനുസരിച്ച് യൂസുഫ് പുറപ്പെടുകയും ആ സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതാണ് ലമ്മ റഅയ്നഹു. അങ്ങനെ യൂസുഫ് പുറപ്പെട്ട് അവരുടെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ യൂസുഫിനെ അവർ കണ്ടപ്പോൾ, അതാണ് ലമ്മ റഅയ്നഹു, അദ്ദേഹത്തെ ആ സ്ത്രീകൾ കണ്ടപ്പോൾ, അക്ബർനഹു. എന്താ അക്ബർന? അക്ബർന അദംനഹു എന്നാണ്. എന്താ ആ സ്ത്രീകൾ വിസ്മയം പൂണ്ട് യൂസുഫിനെ അക്ബർനഹു എന്നാണ് അറബിയിൽ, അദംനഹു എന്നാണ്. അങ്ങനെ അന്തം വിട്ട് എന്നുള്ളതല്ല, അവർ വിസ്മൃതരായിക്കൊണ്ട് എന്ത് ചെയ്തു? യൂസുഫിനെ എന്തോ ഒരു ഗാംഭീര്യത്തിൽ മഹത്വത്തിൽ ദർശിച്ചു, കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ്. യൂസുഫിൻ്റെ വിഷയത്തിൽ അവരാകെ എന്ത് ചെയ്തു? അന്തം വിട്ട് പൊന്തമ്മ കയറി അറിയില്ലേ, അതാണ്. ആകെ വിസ്മൃതി പൂണ്ടു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. വിസ്മൃതി പൂണ്ടു. ഫലമ്മ റഅയ്നഹു അക്ബർനഹു. മാത്രമല്ല വഖത്തഅന ഐദിയഹുൻ, വഖത്തഅന അവർ മുറിച്ചു, ഐദിയഹുൻ അവരുടെ കൈകളെ അവർ മുറിച്ചു. വഖുൽന ആ സ്ത്രീകൾ പറയുകയും ചെയ്തു, ഹാശ ലില്ലാഹ്, ഹാശ ലില്ലാഹ്. ഹാശ എന്നില്ല എന്നുള്ളത് ഒരു പ്രയോഗമാണ്, പ്രയോഗമാണത്. അറബിയിലുള്ളൊരു പ്രയോഗമാണത് ഹാശ ലില്ലാഹ് എന്നുള്ളത്. അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ മഹത്വപ്പെടുത്താനൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹാശ ലില്ലാഹ് എന്നുള്ളത്. അള്ളാഹു പരിശുദ്ധൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധയെ ഞാൻ വായിക്കുന്നു സുബ്ഹാനല്ലാഹ് പറയില്ലേ, അതേപോലെ ഒരു പ്രയോഗം ഹാശ ലില്ലാഹ്. ഈ ഹാശ എന്നുള്ളതും ഹാശ ഇങ്ങനെ പ്രയോഗിക്കും, അതുപോലെ തന്നെ ഹാശ ഇങ്ങനെയും പ്രയോഗിക്കും, അലിഫും ഇട്ടും പ്രയോഗിക്കും. രണ്ട് ഖിറാഅത്തും ഉണ്ട് ഇവിടെ, ഹാശ ലില്ലാഹ് എന്ന ഖിറാഅത്തുണ്ട്, ഇങ്ങനെയും പ്രയോഗിക്കും. അനിഷ്ടകരമായ അന്യായമായ ഒരു കാര്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സംഗതിയെ തൊട്ടൊരു സംഗതി നിരാകരിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് ഈ ഹാശ പ്രയോഗിക്കുക. ഈ ദൂഷ്യങ്ങളും ഒക്കെ പറയുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഒരു പ്രയോഗം. വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. എന്താ മാ ഹാദാ ബശറ? മാ ഹാദാ ബശറ എന്നെന്താ? ഇതൊരു മനുഷ്യനേ അല്ല. മാ ഹാദാ ഇദ്ദേഹം അല്ല, ബശറൻ ഒരു മനുഷ്യൻ. ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഇൻ ഹാദാ എന്നാണ് മാ ഹാദാ ഇദ്ദേഹം അല്ല, ഇല്ലാ മലകുൻ കരീം. എന്താ മലകുൻ കരീം? കരീമായ ഒരു മലക്കല്ലാതെ. മലകുൻ കരീം, കരീം എന്നുള്ളത് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് അമൂല്യമായത്, വിപുലമായത്, സുന്ദരമായത് എന്നൊക്കെ അർത്ഥം ധ്വനിപ്പിക്കാനാണ് കരീം പ്രയോഗിക്കുക. ഖുർആനുൻ കരീം, സൗജുൻ കരീം, കിതാബുൻ കരീം. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും കരീം എന്നുള്ള വസ്ഫ് വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് അൽ കരീം എന്ന പേരുണ്ട്. ഇവിടെ നമ്മൾ അൽ കരീമിനെ കുറിച്ചാണ് പറയുന്നത്. അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നിൽ കരീം, ഇബ്നിൽ കരീം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അൽ കരീമാണ്. അപ്പം അമൂല്യമായത്, അതേപോലെ തന്നെ വിപുലമായത്, സുന്ദരമായത് എന്നൊക്കെ അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുക. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അവർ പറയാണ് മഹാദാ ബഷറ, ഇതൊരു മനുഷ്യനല്ല, ഇൻഹാദ ഇല്ല മലക്കുൻ കരീം, ഇതൊരു കരീമായ മലക്ക് മാത്രമാകുന്നു എന്ന് അവർ പ്രസ്താവിച്ചു ഈ സ്ത്രീകൾ. ഇവർ കുറേ കിതാബ് ഓതി പഠിച്ചുകൊണ്ട് വന്നതല്ല ഈ മലക്കുൻ കരീം. മനുഷ്യരുടെ പ്രകൃതിയിൽ തന്നെ ഉള്ള ഒരു ചിന്തയാണെന്ത്? മലക്ക് എന്താണ്? മലക്ക് എപ്പോഴും സുന്ദരമാണ്, ഷെയ്ത്താൻ എപ്പോഴും വിരൂപാണ്. റൂസ് ഷയാത്തീൻ എന്ന് പറഞ്ഞില്ലേ, ഷെയ്ത്താന്മാരുടെ തല പോലെയാണെന്നാണ്. എന്തിനെക്കുറിച്ച് പറഞ്ഞത്? ഷെയ്ത്താന്മാരുടെ തല പോലെ. സക്കൂം വൃക്ഷത്തെക്കുറിച്ച്. ഷെയ്ത്താന്മാരുടെ തല ആരെങ്കിലും കണ്ടുകണോ? പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽഉഹാക റൂസ് ഷയാത്തീൻ എന്നാണ് പറഞ്ഞത്. ഈ സക്കൂം വൃക്ഷത്തിൻ്റെ കുലകളെ കുറിച്ച് പറഞ്ഞത് അത് ഷെയ്ത്താന്മാരുടെ തല പോലെയാണ്. ഷെയ്ത്താന്മാരുടെ തല ആരും കണ്ടില്ല, പക്ഷേ മനുഷ്യന്മാരുടെ പ്രകൃതിയിൽ ഷെയ്ത്താൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്?
അതൊരു വിരൂപമാണ്, ഖബീഹാണ് എന്നുള്ളതാണ്. പക്ഷെ മലക്കിനെ കുറിച്ച് എന്താ പറയുക, മലക്കുൻ കരീം എന്നാണ് പറയുക. അതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ ഉണർത്തിയിട്ടുണ്ടാവും, ജാഹിദ് എന്ന് പറഞ്ഞ എഴുത്തുകാരന് ഭയങ്കര സാഹിത്യകാരനാണ്, ഭയങ്കര തലയാണ്. അൽ ബുഖല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കിതാബൊക്കെ ഒരു പിന്നെ സാഹിത്യ ലോകത്തൊരു അമൂല്യ സമ്പത്താണ് ജാഹിദിൻ്റെ സംഭാവനകൾ. അപ്പോൾ അദ്ദേഹം ജന്മന ഒരു വിരൂപനായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഒരു ദിവസം ജാഹിദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നാലെ വരികയാണ്. പിന്നാലെ വന്നിട്ട് അപ്പോൾ ഉണ്ട് അവിടെ ഒരു ഈ കൊത്തുപണി എടുക്കുന്ന ആൾ, കല്ല കൊത്തി പ്രതിമ ഉണ്ടാക്കുന്ന ഒരാൾ. അപ്പോൾ അയാളോട് വന്നിട്ട് ഈ പെണ്ണ് പറയുകയാണ് ഇതേപോലെയെന്ന്, ജാഹിദിനെ ചൂണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പെണ്ണാട് പോയി പറഞ്ഞു. അപ്പോൾ ജാഹിദ് എന്നിട്ട് അയാളോട് ചോദിക്കാനേ എന്നെ ചൂണ്ടിയിട്ടാണല്ലോ പറഞ്ഞത് അവൾ ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ. അപ്പം ഓക്ക് ഞാനൊരു ഷെയ്ത്താൻ്റെ രൂപം കൊത്തണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഷെയ്ത്താനെ കണ്ടില്ല, അപ്പോൾ ഒരാളെ എൻ്റെ ഉദാഹരണത്തിന് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അതുപോലെ കൊത്തിത്തരാമെന്ന് പറഞ്ഞ് അതിന് നിങ്ങളെ കാണിച്ചു തന്നാന്ന് പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. അത് പിന്നെ ഈ വിരൂപമായിട്ടുള്ളൊരിതിനെ കുറിച്ചിട്ട് അങ്ങനെ പിന്നെ അത് മനുഷ്യന്മാരുടെ ഫിത്രത്തിലുള്ളതാണത്, മനസ്സിലുള്ളതാണ്. അത് മലക്കിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, മലക്കുൻ കരീം എന്നുള്ളത്, സുന്ദരമാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും അഖീൽ ഇബ്നു അബി താലിബിനെയും ബന്ദിയാക്കി പിടിച്ചത് അബുൽ യസർ അസുലമി എന്ന് പറയുന്ന സഹാബിയാണ്. അബുൽ യസർ ബദറിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഈ രണ്ടാളി കൊണ്ടുവന്നല്ലോ, അബ്ബാസിനെ അഖീലിനെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഇവരെ ബന്ദിയാക്കി പിടിച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ അബുൽ യസർ പറയാണ് ഞാനാണ്. അപ്പോൾ റസൂലുള്ളാഹി അത്ഭുതത്തിൽ പറയുന്നുണ്ട്, കാരണം ഇവർ ഭയങ്കര സ്ട്രോങ് അല്ലേ, കൈഫ അസർത്തഹും, ഇവരെങ്ങനെയാണ് നിങ്ങൾ ബന്ദിയാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് ബദറിൽ. അപ്പോൾ അബുൽ യസർ അസുലമി പറയാണ് പിന്നെ റസൂലുള്ളാഹി ഞാൻ ഇവരെ ബന്ദിയാക്കിയപ്പോൾ ഒരാൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു, ആ ആളെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടില്ല ശേഷവും കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരാളാണ് എന്നെ സഹായിക്കാനുണ്ടായിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ ആനക അലൈഹി മലക്കുൻ കരീം, ഇവരെ രണ്ടാളെയും ബന്ദിയാക്കി പിടിക്കാൻ താങ്കൾക്ക് സഹായകമായി വർത്തിച്ചത് മലക്കുൻ കരീം, ആരാ ഒരു മലക്കുൻ കരീമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അബ്ബാസിനെയും അഖീലിനെയൊക്കെ ബന്ദിയാക്കി പിടിക്കാൻ കെട്ടാൻ ആരും ഉണ്ടായിട്ടുണ്ട്, മലക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെയാണ് ആ സംഭാഷണമൊക്കെ നടക്കുന്നത്, ബന്ദികളെ മോചിപ്പിക്കാനുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നില്ലേ. അഖീൽ ബിൻ അബി താലിബ്, അബൂ താലിബിൻ്റെ മൂത്ത മക്കളിൽ ഒരാളാണ് അദ്ദേഹം. ചരിത്രത്തിൽ നമ്മൾ വായിക്കണത്. അലാക്കുല്ലി ഇവിടെ ഈ മലക്കുൻ കരീം എന്നുള്ള പ്രയോഗം അത് പിന്നെ എന്തുകൊണ്ട് അവർ പ്രയോഗിച്ചു എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പറയണതാണത്. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇതിൽ ഇവിടെ നിന്ന് കുറേ ചാടി പോകേണ്ടതുണ്ട്. അതിൽ ഇവിടെ ഈ കത്താന ഐദിയഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സ്ത്രീകൾക്ക് കത്തി മാത്രമല്ല കൊടുത്തത്, കത്തി കൊടുത്തപ്പോൾ എന്തും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, പഴങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ഒരു മുത്തക്ക അല്ല. പിന്നെയോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കാലങ്ങളിൽ രാജാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ഥാനം ആരാ, ഈ അസീസാണ്. ഈ അസീസാണ് എല്ലാം. പിന്നെ വേറെ എന്തില്ല, കുറേ മന്ത്രിമാരും കാര്യങ്ങളുള്ള ഒരു കാലമല്ല അത്. അതുകൊണ്ട് തന്നെ എത്രമേൽ മഹനീയായിരിക്കും ഈ മുത്തക്ക എന്നുള്ളതാണ്. അവിടെ ഈ കത്തികൾക്കൊപ്പം എന്തുണ്ട്, അത് മുറിച്ച് തിന്നാനുള്ള പഴങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാം പിന്നെ ഇവരിലേക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് ഈ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശാരീരിക സൗഷ്ഠവത്തിൽ, അതേപോലെ തന്നെ ആകാര വടിവിൽ, അതേപോലെ സൗന്ദര്യ മികവിൽ ഇവരെന്ത് ചെയ്യാണ്, അക്ബർനഹു ആകെ വിസ്മൃതരാകുകയാണ്. എന്നിട്ട് അതിലാണ് എന്ത് ചെയ്യണത്, അവർ പഴം മുറിക്കണതിന് പകരം കൈ മുറിക്കണ അവസ്ഥ ഉണ്ടായത്. പണ്ട് നമ്മൾ ഈ അമർചിത്ര കഥകൾ വായിക്കുമ്പോൾ ഈ ദേവന്മാരുടെയും ദേവികളുടെയൊക്കെ കഥ വായിക്കുമ്പോണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഭരതൻ്റെ കണ്ട് പെങ്ങളെ പെണ്ണ് കാണാൻ പോയ ചരിത്രത്തിലാണ്. അന്ന് ഭിക്ഷുകികളുടെ വേഷത്തിലാണ് ഈ ഇവിടേക്ക് ദേവലോകത്തേക്ക് പ്രവേശനം. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചാട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഭിക്ഷുകികളുണ്ടല്ലോ അവരുടെ വേഷം കെട്ടിയിട്ട് ചെല്ലണം, വല്ലതും തരണേറിട്ട്. അപ്പോൾ അന്ന് ഭിക്ഷ നൽകാൻ ഏൽപ്പിക്കൽ കുമാരിമാരെയാണ്. അപ്പോൾ കുമാരി ഇദ്ദേഹം ഭിക്ഷയ്ക്ക് വന്നതല്ല, ഇതിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഭിക്ഷ കൊടുത്തപ്പോൾ ഈ പഴമാണ് കൊടുത്തത്.
അപ്പോൾ ഈ സൗന്ദര്യം കണ്ടിട്ട് പഴം തോല് ഒളിച്ചിട്ട് തോല് തിന്ന് പഴം എറിഞ്ഞു എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്, ഇങ്ങനത്തെ വിഷയങ്ങളുടെ. ഏതായാലും പിന്നെ ഈ സ്ത്രീകൾ എന്ത് ചെയ്തു, അവരുടെ കൈകൾ അറുത്തു എന്നുള്ളതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഹുബിനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാ നിലക്കും, അല്ലേ? തുടക്കം നോക്കി നിങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താ കിണറ്റിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാരണം? ല യൂസുഫ് വ അഖൂഹു അഹബ്ബു ഇല അബീന, അഹബ്ബു ഇല അബീന. യൂസുഫിൻ്റെ സഹോദരനാണ് നമ്മളെ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അതുകൊണ്ട് നമുക്ക് യൂസുഫിനെ ഈ വീട്ടിൽ വേണ്ട. പിന്നെ അവരിങ്ങനെ ആലോചിക്കുകയാണ്, കൊല്ലണോ അതല്ല പിന്നെ കൊലക്ക് സമ്മാനമായിട്ട് എവിടെയും കൊണ്ടിട്ട് എറിയണം. പിന്നെ അവസാനമാണ് എന്ത് ചെയ്തത്, അവർ ഖയാബാത്തുൽ ജുബിൽ കൊണ്ടുപോയിട്ടത്. അവിടുന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ എടുത്തപ്പോൾ വാരിദ് എടുത്തപ്പോൾ പിന്നെ ഹാദാ ഗുലാം യാ ബുഷ്റ ഹാദാ ഗുലാം, അതും ഒരു ഹുബിൻ്റെ വർത്താനാണ്, അല്ലേ? ശരിക്ക് പിന്നെ അവർ നെട്ടിത്തരിക്കുകയാണ് വേണ്ടത്, പക്ഷേ അവർ ഇഷ്ടത്തോട് കൂട്ടിയിട്ട് യാ ബുഷ്റ ഹാദാ ഗുലാം എന്നിട്ടാണ് എടുക്കുന്നത്. അത് യൂസുഫിന് രണ്ടാമത്തെ ഹുബ് കൊണ്ടുള്ളൊരു പരീക്ഷണം. കാരണം എന്താ, അവരുടനെ ഇതിൻ്റെ ഈ ആളെ മൂല്യം വിലയല്ല നോക്കിയത്, പിന്നെ അവർക്ക് ഇതൊരു കച്ചവടച്ചരക്ക് അടിമച്ചന്ത് കയ്യിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ എന്ത് എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പരീക്ഷണം. പിന്നെ മിസ്റിലെ മാർക്കറ്റിൽ ആരാ, അസീസ് മിസർ യൂസുഫിനെ കാണാണ്. അപ്പോൾ യൂസുഫിനെ കണ്ട് മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടമായി. എന്ത് ചെയ്തു, വഷറഹു ബിസമനിൻ ബഖ്സിൻ, തുച്ഛമായ വിലക്ക് അസീസിന് കൊടുക്കണം. അസീസിന് കിട്ടിയപ്പോൾ അസീസിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് അസായി അംഫാനാവും അത്തഹിദവും വലത, നമുക്ക് ഉപകരിച്ചേക്കാം അല്ലെങ്കിൽ നമുക്കൊരു മകനായി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ ഉള്ള സ്നേഹം അതാണ് ഇപ്പോൾ ഇവിടെ ഇമ്രാത്തുൽ അസീസ് ചെയ്തത്. അത് വല്ലാത്തൊരു ഹുബായി പോയി. പിന്നെ ഈ സ്ത്രീകളുടെ വിഷയം, സ്ത്രീകൾ നമുക്ക് ഇതിൽ അടുത്തായത്തിൽ വരും. സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യൂസുഫ് ചെന്നല്ലോ സ്ത്രീ പറഞ്ഞതനുസരിച്ച്, അതോടുകൂടി സ്ത്രീകളും അവരുടെ കണ്ണുകൾ കൊണ്ട് ചില വർത്തമാനങ്ങൾ യൂസുഫിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റബ്ബി സിജ്ന അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിൽ നിന്ന് ഞാൻ അതിനേക്കാൾ എനിക്കിഷ്ടം സിജ്നാണെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ക്ഷണിച്ചത്? ഒരു സ്ത്രീ ക്ഷണിച്ചത് നമ്മൾ മനസ്സിലാക്കി, മറ്റു സ്ത്രീകളെവിടെ ക്ഷണിച്ചത് ഇവിടെയാണ്. പിന്നെ അവരവരുടെ കണ്ണുകൾ കൊണ്ട് ക്ഷണിച്ചു എന്നാണ്. അതിൻ്റെ ആ തഫ്സീറിൽ നമുക്ക് വരും. അപ്പോൾ ആ സുലൈഖ എന്ന് പറഞ്ഞ പെണ്ണിനാലുള്ള ഹുബ്, പിന്നെ പട്ടണത്തിലെ സ്ത്രീകളാലുള്ള ഹുബ്, പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയിട്ട് പിന്നെ അവിടെ ആ ജയിലിലുള്ള പിന്നെ കൂടെയുള്ള ആളുകൾ അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ഇഷ്ടപ്പെട്ടത്, പിന്നെ അതിനെ തുടർന്ന് രാജാവ് ഇഷ്ടപ്പെട്ടത്, പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ ഹുബിനാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ പരീക്ഷിക്കപ്പെട്ടത്. ഒന്നൊന്ന് പിന്നെ വ്യത്യസ്തമായ നിലക്കാണ് ആ പരീക്ഷണങ്ങൾ വന്നത് എന്നുള്ളതാണ്. പിന്നെ പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ തരണം ചെയ്തിട്ട് അതിലൊക്കെ വിജയിപ്പിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ എന്ത് ചെയ്യാണ്, സംരക്ഷിച്ച് കൊണ്ടുവരികയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി. ഖലാസ്, ചില വിഷയങ്ങളുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇവിടെ വിട്ടുപോയി. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഇനി ഇതിൻ്റെ തുടർച്ചയിൽ പറയാം അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.